ഡൽഹി രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സർക്കാർ ഏജൻസികൾ ഇടിച്ചു നിരത്തിയത് 30,000-ഓളം കെട്ടിടങ്ങൾ. വീടുകളടക്കമാണ് ഇത്രയും കുടിയൊഴിപ്പിക്കലും വീടടക്കം പൊളിക്കുന്നതിലും ആസൂത്രിതമായ തിരഞ്ഞെടുപ്പുകളുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. ചില പ്രത്യേക മതവിഭാഗക്കാരുടെ വീടുകൾ സർക്കാർ ഏജൻസികൾ ആസൂത്രിതമായി പൊളിക്കുന്നുവെന്ന് പരാതികൾ ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലാണ് ഡൽഹിയിലെ കുടിയൊഴിപ്പിക്കലിന് കണക്കുകളുള്ളത്. 2019 4,804 കെട്ടിടങ്ങളാണ് പൊളിച്ചത്. 2020 2,967, 2021 2,927, 2022 4,017 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. എന്നാൽ 2023 വ്യാപകമായ പൊളിക്കലാണ് ഡൽഹിയിൽ നടന്നത്. 16,138 കെട്ടിടങ്ങളാണ് വിവിധ അതോറിറ്റികൾ ചേർന്ന് പൊളിച്ചത്, സാധാരണക്കാരടക്കം കുടിയിറക്കിയത്. 2024 2,624 പൊളിക്കലുകളാണ് ഇതുവരെ നടന്നതെന്ന് റിപ്പോർട്ടുകൾ. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം 11,060 വീടുകളാണ് പൊളിച്ചത്. 23 കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ചു. 316.72 ഏക്കർ ഭൂമിയിലായിരുന്നു കയ്യേറ്റം. DDA ഒഴിപ്പിച്ചു വന്നാണ് കണക്കുകൾ പറയുന്നത്. ഏജൻസികളിൽ നിന്ന് ലഭ്യമായ രേഖകൾ പ്രകാരം 20,643 പേരെ ഈ പൊളിക്കൽ ബാധിച്ചുവെന്നാണ് പറയുന്നത്. ഇത്രയും കെട്ടിടങ്ങൾ പൊളിക്കാനും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും 103.27 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ, ഡൽഹി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെൻറ്റ് ബോർഡ്, സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 30,843 കെട്ടിടങ്ങൾ പൊളിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പൊളിക്കൽ നടന്നത് 2023 ആകെ പൊളിക്കൽ 52% നടന്നു ഈ കാലയളവിലാണ്.